ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഈ വർഷത്തെ ബാലൻഡിയോർ പുരസ്കാര ജേതാവിൻ്റെ കാര്യത്തിൽ അത്ഭുതങ്ങൾ ഒന്നും സംഭവിച്ചിട്ടില്ല. PSG ഫ്രഞ്ച് സൂപ്പർ താരമായ ഡെംബലെ തന്നെയാണ് ബാലൻഡിയോർ പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത്. ഒരു ഘട്ടത്തിൽ ലാമിൻ യമാൽ സ്വന്തമാക്കും എന്ന തരത്തിലുള്ള റൂമറുകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ അതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഡെംബലെ ഈ ഒരു പുരസ്കാരം സ്വന്തമാക്കിയിട്ടുള്ളത്. കന്നി പുരസ്കാരമാണ് ഡെംബലെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. ലാമിൻ യമാൽ 2ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തിട്ടുള്ളത്. അതേസമയം PSG മറ്റൊരു സൂപ്പർ താരമായ വീട്ടീഞ്ഞ 3ാം സ്ഥാനത്തെത്തി. 4ാം സ്ഥാനത്ത് മുഹമ്മദ് സലായാണ് വരുന്നത്. 5ാം സ്ഥാനത്ത് റാഫീഞ്ഞ വരുന്നു. 6ാം സ്ഥാനത്ത് ഹക്കീമി, 7ാം സ്ഥാനത്ത് കിലിയൻ എംബപ്പെ, 8ാം സ്ഥാനത്ത് കോൾ പാൽമർ, അതുപോലെ തന്നെ 9ാം സ്ഥാനത്ത് ഡൊണ്ണാരുമ, 10ാം സ്ഥാനത്ത് നുനോ മെൻഡസ് എന്നിങ്ങനെയാണ് വരുന്നത്. പെഡ്രി 11ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെയാണ് ആദ്യ സ്ഥാനക്കാർ വരുന്നത്. ഡെംബലെ തൻ്റെ ആ ഒരു സ്വപ്ന തുല്യമായ നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ ബാലൻഡിയോർ പുരസ്കാര വേദിയിൽ വെച്ചുകൊണ്ട് ലയണൽ മെസ്സിയുടെ പേര് ഡെംബലെ പരാമർശിച്ചിട്ടുണ്ട്. അതായത് മെസ്സിക്ക് താൻ നന്ദി പറയുന്നു എന്നാണ് ഡെംബലെ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: ഞാൻ ബാഴ്സലോണയോട് നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ സ്വപ്നങ്ങളുടെ ഒരു ക്ലബ്ബായിരുന്നു ബാഴ്സലോണ. ഞാൻ ലയണൽ മെസ്സിക്കൊപ്പം കളിച്ചു. അദ്ദേഹത്തോടും ഞാൻ നന്ദി പറയുന്നു. കാരണം മെസ്സിയിൽ നിന്നും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതാണ് ഡെംബലെ ആ ഒരു ബാലൻഡിയോർ പുരസ്കാരം ലഭിച്ചതിന് ശേഷം പറഞ്ഞിട്ടുള്ളത്. ബ്രസീലിയൻ ഇതിഹാസമായ റൊണാൾഡിനോയായിരുന്നു ഈ ഒരു ബാലൻഡിയോർ പുരസ്കാരം അദ്ദേഹത്തിന് നൽകിയിരുന്നത്. ഏതായാലും അർഹിച്ച ഒരു പുരസ്കാരം തന്നെയാണ് ഡെംബലെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ തവണ PSG യുവേഫ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയപ്പോൾ അതിൽ വലിയ പങ്ക് വഹിക്കാൻ ഈ ഒരു സൂപ്പർ താരത്തിന് കഴിഞ്ഞിരുന്നു. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.